ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് VMK അഹമ്മദിന് തിരൂരിന്റെ യാത്രാമൊഴി. സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ നിയമ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ മാതൃകായോഗ്യമായ ജീവിതം നയിച്ച വലിയ വ്യക്തിത്വമായിരുന്നു തിരൂരിലെ കാരണവർ അഡ്വക്കേറ്റ് VMK അഹമ്മദ് എന്നും സൗഹൃദവേദി തിരൂർ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. സൗഹൃദവേദി തിരൂർ IMA ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം MSS സംസ്ഥാന സെക്രട്ടറി PT മൊയ്തീൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തിച്ച എല്ലാ മേഖലയിലും വലിയ വിജയം കൈവരിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് മൊയ്തീൻകുട്ടി മാസ്റ്റർ പറഞ്ഞു. സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് KPO റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK അബ്ദുൾ റസാഖ് ഹാജി, മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് P രാജു, MSS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അസം ബാബു, തിരൂർ നഗരസഭാ കൗൺസിലർ KK അബ്ദുസലാം മാസ്റ്റർ, അഡ്വക്കേറ്റ് MK മൂസക്കുട്ടി, ജലീൽ കൈനിക്കര, ഡോക്ടർ ഹസീം, അഡ്വക്കേറ്റ് വിക്രം കുമാർ, അബ്ദുൽ ഖാദർ കൈനിക്കര, PKK തങ്ങൾ, C അബ്ദുള്ള, KM അലിക്കുട്ടി, പാറപ്പുറത്ത് കുഞ്ഞുട്ടി, അബ്ബാസ് കുന്നത്ത്, കോളാർ അംസ, AP കുഞ്ഞാമു, പാറയിൽ ഫസലു, K ഹമീദ് ഹാജി, അമ്മേങ്ങര അബ്ദുള്ള കുട്ടി, സഫ മൊയ്തീൻകുട്ടി, ബാഷി തിരൂർ, KP ഫസലുദ്ദീൻ, SS രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നമ്മളുടെ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിലെ മാനേജർ ഫസലു, നമ്മളുടെ പാറയിൽ കുഞ്ഞുട്ടിയാക്ക, ഹമീദ് കൈനിക്കര, MESന്റെ പ്രഗത്ഭനായ നേതാവ് നമ്മളുടെ ജലീൽ കൈനിക്കര, അതുപോലെ തന്നെ രാജേട്ടൻ, ഫസലു, അതേമാതിരി ഹംസാക്ക, അതുപോലെ തന്നെ നമ്മളുടെ അബ്ദുള്ളക്കുട്ടി പ്രസിഡന്റ് KPO റഹ്മത്തുള്ളയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. പ്രശസ്തനായ എഴുത്തുകാരൻ AP കുഞ്ഞാമു സാഹിബാണ്. പരിചയപ്പെട്ട ആളുകളോട് ഹൃദയബന്ധം സൂക്ഷിക്കുന്ന പല വിധത്തിലുള്ള ആളുകളുണ്ടല്ലോ. ഒരുപാട് ആളുകൾ പലരും പരിചയപ്പെടും, പക്ഷേ പരിചയപ്പെട്ട് അപ്പം തന്നെ മറന്നിട്ടുണ്ടാവും. VMK അങ്ങനെയായിരുന്നില്ല. പരിചയപ്പെട്ട ആളുകളെയൊക്കെ എത്ര ചെറിയവരായാലും വലിയവരായാലും അവരവരുടെ ഹൃദയം ചേർത്ത് വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സവിശേഷമായ ഒരു കാര്യം, വളരെ സൗമ്യമായ ഒരു മുഖമാണ് അദ്ദേഹത്തിന്. തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. 1983 ഞാൻ തിരൂര് സബ് ഇൻസ്പെക്ടറായിട്ട് വരുന്ന സമയത്താണ് ഞാൻ VMK ആയിട്ട് പരിചയപ്പെട്ടത്. എന്നും അദ്ദേഹം സമൂഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഈ നാട്ടുകാരുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്ന കേസുകൾ അദ്ദേഹം അത് സവിസ്തരം ഈ കക്ഷികളിൽ നിന്ന് കേൾക്കുകയും അത് നന്നായി ഗൃഹപാഠം ചെയ്ത് കോടതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി അദ്ദേഹം അവലംബിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ദേവയോഗത്തിൽ നമുക്ക് അനുശോചിക്കാം. എന്നും അത് ഓർക്കാൻ പറ്റുന്ന, തിരൂരിൽ എന്നും ഓർക്കാൻ പറ്റുന്ന ഒരു പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് നമുക്ക് നഷ്ടപ്പെട്ടുള്ളത്. അത് നമുക്കൊരു തീരാ നഷ്ടം തന്നെയാണ്. ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടിക്ക് മുൻകൈയെടുത്ത സൗഹൃദവേദിയുടെ വക്താക്കളെ ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒരു വ്യക്തി, നമുക്ക് പ്രത്യേകിച്ച് വേണ്ടപ്പെട്ട വ്യക്തി ഏത് പ്രായത്തിൽ മരിച്ചാലും നഷ്ടം തന്നെയാണ്. അത് 100 വയസ്സായാലും വേണ്ടില്ല, 20 വയസ്സായാലും വേണ്ടില്ല. നല്ല വ്യക്തികളുടെ നഷ്ടം നികത്താനാവാത്തതാണ്. അതുപോലെയുള്ള ഒരു നഷ്ടമാണ് നമുക്കിന്ന് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സത്യത്തിൽ എനിക്ക് പറഞ്ഞാൽ എൻ്റെ ഒരു പിതാവിന് തുല്യം തന്നെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ മരിച്ചുപോയ പ്രിയപ്പെട്ട ബാബ ഡോക്ടർ മരിച്ചിട്ടിപ്പം ഈ വർഷം 2 വർഷം തികയാണ്. അദ്ദേഹമായി തുടങ്ങിയ സൗഹൃദം എന്നിലൂടെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. പ്രായഭേദമന്യേ എൻ്റെ മക്കളിലൂടെയും അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. ഞാൻ 4 മണിക്ക് കൃത്യം ഇവിടെ വന്നപ്പോൾ ഈ 2 മുഖങ്ങളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർ തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ മറ്റൊരു സാദൃശ്യം കൂടി എങ്ങനെയോ വന്നുപെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഡോക്ടർ ആലിക്കുട്ടി മരിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂൺ 9-ാം തീയതിയാണ്. ഇദ്ദേഹം മരിക്കുന്നത് ജൂൺ 10-ാം തീയതിയാണ്. അവരാ ബന്ധം മരണത്തിൽ പോലും നിലനിന്നു എന്നതാണ് ഒരു അത്ഭുതകരമായൊരു യാഥാർത്ഥ്യം. ഇവിടെ പലരും പറഞ്ഞ പോലെ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹമായിട്ട് ഞാൻ 31 വർഷമായി പ്രാക്ടീസ് തുടങ്ങിയിട്ട് 94-ലാണ്. അന്ന് മുതലുള്ള ബന്ധമുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് ഞാൻ പറഞ്ഞു കേട്ട കാര്യം, വന്ന കാലത്ത് ഞങ്ങളുടെ ഈ പ്രോപ്പർട്ടിയിൽ ഒരു കൊച്ചു വീട് വാടകയ്ക്കുണ്ടായിരുന്നു. പണ്ട് നാരായണൻ മാഷൊക്കെ താമസിച്ചിരുന്ന മുൻഭാഗത്തായിട്ട്. അവിടെയാണ് അദ്ദേഹം കുടുംബം ആദ്യം താമസിച്ചിരുന്നത്. VMK സാഹിബിനെ നമ്മൾ ചെറുപ്പം മുതൽ കാണുന്നതാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത്, ഞാൻ വളരെ ചെറിയ കുട്ടിക്കാലം പൻ്റെ കൂടെ ഒക്കെ മൂപ്പര വീട്ടിൽ വരുമ്പോൾ
ആ കുട്ടികളോടുള്ള സ്നേഹവും കാരുണ്യവും കരുതലും ഒക്കെയാണ് അതിൽ എടുത്തു പറയുന്നത്. വളരെ മൂത്തൊരു കാരണവരായി നമ്മൾ കാണുന്ന തിരൂരിലെ ഒരു പൗരപ്രമുഖനായിരുന്നു അദ്ദേഹം എന്നുള്ളത് ഞാൻ ഓർത്തെടുക്കുകയാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, തിരൂർ IMA മുഖമാണ് ആലിക്കുട്ടി ഡോക്ടർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ് എന്ന് തന്നെ പറയാം. നമ്മുടെ ആലിക്കുട്ടി സാറ് മകനായിട്ടുള്ള നാസർ ഡോക്ടറെ കല്യാണം കഴിച്ചത് അമ്മ സാറ് മകളായിട്ടുള്ള സഫിയ ഡോക്ടറാണ്. അപ്പോൾ ഞങ്ങളുടെ 2 മെമ്പർമാരുടെയും ഞങ്ങളുടെ മാർഗദർശിയായിട്ടുള്ള ആലിക്കുട്ടി സാറിൻ്റെയും ഒക്കെ വളരെ അടുത്ത ഒരാൾ നമ്മളെ വിട്ടുപിരിയുന്നു എന്നുള്ളതിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഒരു 100 വർഷം അദ്ദേഹത്തിൻ്റെ സേവനം നമ്മുടെ തിരൂരിന് നൽകിക്കൊണ്ട് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുക. വളരെ സൗമ്യനും സാത്വികനുമായിട്ടുള്ള ഒരു പണ്ഡിതൻ. അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ സൗമ്യ സ്വഭാവവും അതുപോലെ തന്നെ ആ എളിമയായ ജീവിതവുമാണ് ഓർമ്മ വരുന്നത്. വളരെ ചെറുപ്പം മുതൽ തന്നെ, എൻ്റെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 1970കളിൽ ഈ AP സ്കൂളിൽ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് സ്കൂളിലെ നേരെ ഓപ്പോസിറ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. അവിടെയുള്ള അഡ്വക്കേറ്റ് VMK അഹമ്മദ് എന്ന ഒരു ബോർഡ്, ആ ബോർഡ് ഇന്നും മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. VMK അഹമ്മദ് എന്ന് പറഞ്ഞാൽ തിരൂരിൻ്റെ ഒരു കാരണവരാണ് അദ്ദേഹം. 100 വർഷം ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സർവശക്തി നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ്. വളരെ അപൂർവമായി മാത്രമേ അങ്ങനെ ഒരു ആയുസ് കിട്ടുകയുള്ളൂ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ചിട്ടയായ ജീവിതമായിരിക്കണം അതിന് ഘടകമായിട്ടുള്ളത്. അടുത്ത കാലം വരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം മഗ്‌രിബ് നമസ്കരിക്കാൻ വേണ്ടി നടന്നാണ് പൂങ്കോട്ടറ പള്ളിയിൽ പോലെ നടന്നു പോകും. അദ്ദേഹത്തിൻ്റെ ആ ആരോഗ്യത്തിൻ്റെ ആ ഫിറ്റ്നസ്സിൻ്റെ ഒരു ഭാഗമാണ്. മാത്രമല്ല അദ്ദേഹം ഒരു അഭിഭാഷകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ജീവചരിത്രം വായിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ ജൂനിയറായി വർക്ക് ചെയ്ത ആളാണ്. ഇതിൻ്റെ നിര്യാണം ഒരു തീരാനഷ്ടമായിട്ടാണ് കാരണം ഞാൻ താഴെപ്പാലം ജുമാ മസ്ജിദിൻ്റെ സെക്രട്ടറി ആയിട്ട് 1993 ചാർജ് എടുക്കുന്നത്. അതുമുതൽ ഇന്നേ വരെ എൻ്റെ കൂടെ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തും അല്ലാതെയും വർക്ക് ചെയ്തൊരു മഹാനാണ് അഹമ്മദ് സാഹിബ്. 101 വർഷക്കാലം ജീവിച്ച് തൻ്റെ അഭിഭാഷക വൃത്തിയിലും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ തന്നെ അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി നിസ്വാർത്ഥമായ സേവനം നടത്തിയ വ്യക്തിയാണ്. 1968 ജമിയത്ത് തർബിയത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഒരു സംഘം രൂപീകൃതമായത്. ആ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു 1968 VMK അഹമ്മദ് സാഹിബിനെ കുറിച്ച് ഒരുപാട് നമ്മൾ കേൾക്കാത്ത കാര്യങ്ങൾ നമ്മളിവിടെ കേട്ടു. ഒരു നൂറ്റാണ്ട് കാലം ധന്യമായ ഒരു ജീവിതം നയിച്ച് അദ്ദേഹം നമ്മളോട് വീട് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, അദ്ദേഹം ഒരു നല്ല വക്കീലായിരുന്നു, അതുപോലെ നല്ല സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. ഒരു മുൻ പ്രാസംഗികൻ പറഞ്ഞ പോലെ അതൊരു അസുലഭ ഭാഗ്യമാണ്. 100 വർഷം ജീവിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. അതും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, ഈ അവസാന നാളുകളിൽ വലിയ പ്രശ്നങ്ങളുമില്ലാതെ അദ്ദേഹം ജീവിച്ചു എന്നുള്ളത് ഒരു സന്തോഷകരമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം വളരെ സൗമ്യനായിരുന്നു. തിരൂരിലെ നല്ല സുഹൃത്തും നല്ലൊരു കാരണവരാണ്. എന്നും നമ്മളെ എല്ലാ ജനറേഷനിലും ഒരടുത്ത സൗഹൃദം അഹമ്മദ് സാഹിബ് നമ്മളോട് കാണിച്ചിരുന്നു. എൻ്റെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെ ഫാദറിലോ അഹമ്മദ് സാഹിബിൻ്റെ തിരൂരിലേക്ക് വരുന്ന സമയത്ത് അഹമ്മദ് സാഹിബിൻ്റെ അമ്മാവനും ഗ്രാൻഡ് ഫാദറും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. നിരവധി സംഘടനകളിൽ സജീവ സാന്നിധ്യമായിരുന്നു. അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സംഘടനകളെല്ലാം തന്നെ വ്യത്യസ്ത സ്വഭാവമുള്ള, കടലും കടലാടിയും പോലെ വ്യത്യാസമുള്ള സംഘടനകളായിരുന്നു. അതിലൊക്കെ ഒരേ സമയത്ത് അതിൻ്റെ
ഭാരവാഹിത്വത്തിലും എക്സിക്യൂട്ടീവ് അംഗമായിട്ടും സജീവ പ്രവർത്തകനായി മാറുകയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അഹമ്മദ് വക്കീലിനെ കുറിച്ച് പറയുമ്പോൾ 62-63 വർഷങ്ങൾക്ക് പിറകോട്ടുള്ള ഒരു ഓർമ്മകളാണ് എനിക്ക് ആദ്യമായി പങ്കുവെക്കാനുള്ളത്. തിരൂരിൽ GMEP സ്കൂൾ എന്ന് നിങ്ങളൊക്കെ പറയുന്ന, എല്ലാവരും പറയുന്ന ചക്ക സ്കൂള്, ആ ചക്ക സ്കൂളിൽ 1959 UP ക്ലാസ്സിൽ വന്ന് ചേർന്ന ഞാൻ, എൻ്റെ സഹപാഠിയായിരുന്ന സെൽറ്റി തിരൂര്, ഞങ്ങൾ രണ്ടാളും ഒരു ക്ലാസ്സിലായിരുന്നു തുടർച്ചയായി. ഉള്ളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പകർത്തിയെടുക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പലപ്പോഴും അവർ വീട്ടിൽ ആദ്യം മുതലേ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനൊരു സ്ത്രീയും വീട്ടിലെ വേലകൾ ചെയ്യാൻ വേറെ സ്ത്രീയും ഉണ്ടെങ്കിൽ കൂടിയിട്ട്, വേറെ പണിക്കാരികളുണ്ടെങ്കിൽ കൂടിയിട്ട്, പുള്ളി എന്ന് രാവിലെ എണീറ്റുണ്ടെങ്കിൽ മുറ്റടിക്കാനും അതേമാതിരി തന്നെ ഇവിടെ പറഞ്ഞ വക്കീലിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളെക്കുറിച്ചൊക്കെ ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. അത് മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന് തിരൂരിൻ്റെ പല മേഖലകളും എത്തിപ്പിടിക്കാൻ കഴിയുന്ന പ്രാഗൽഭ്യ വ്യക്തിത്വം ഉണ്ടായിരുന്നിട്ട് പോലും വളരെ ശാന്തമായ ജീവിതം നയിച്ച്, വേണമെങ്കിലും മാതൃകാ ജീവിതം നമുക്ക് പറയാം. ഇതിൻ്റെ ആ പ്രാഗൽഭ്യം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് കീഴടക്കാമായിരുന്നു. പക്ഷേ തൻ്റെ പരിമിതമായ അല്ലെങ്കിൽ വളരെ സെലക്റ്റീവായ മേഖലകൾ കണ്ടെത്തുകയും അവിടെ നന്നായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. തിരൂർ സൗദവേദി ഒരുക്കിയ ഈ അനുസ്മരണം, അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ റഹ്മത്തുള്ള സാഹിബ് KK റസാഖാജി, ഡോക്ടർ ആരിഖുൻ സാഹിബ് ആയിരുന്നു അതിൻ്റെ പ്രസിഡന്റ്, ആദ്യത്തെ പ്രസിഡന്റ്. രണ്ടാമത്തെ പ്രസിഡന്റ് ഞാനായിരുന്നു. അക്ബറിൽ നല്ല ഓടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അക്ബറിൻ്റെ മരണം. പിന്നെ അത് കുറച്ചു കാലം ആസ്ഥാനത്തായി. ആ സമയത്താണ് 2 ടിൻസുകൾ ഇത് ഏറ്റെടുത്തു. പക്ഷേ അവർ ഏറ്റെടുത്തതിൻ്റെ പല പരിപാടികളും തിരൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അഡ്വക്കറ്റ് VK അഹമ്മദ് സാഹിബ് നമ്മുടെ ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ ആ കാര്യത്തിലാണ് സൗഹൃദവേദി അനുസ്മരണ യോഗം നടത്തുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ തിരൂർ സൗഹൃദവേദിയും അതിൽ ദുഃഖത്തിൽ പങ്കേരുന്നു. അതോടൊപ്പം തന്നെ തണൽ സാംസ്കാരിക വേദിയും ഈ ദുഃഖത്തിൽ അതിൻ്റെ പ്രസിഡന്റ്, എൻ്റെ കൺവീനർ നൽകെ ഞാനും ആ ദുഃഖത്തിൽ പങ്കേരുന്നു. അഹമ്മദ് സാഹിബ് തിരൂരിന് കൂടുതൽ സംഭാവന നൽകിയിട്ടുണ്ട്. റെയിൽവേയും വെറ്റില കച്ചവടക്കാരും തമ്മിലുള്ള അതിലൊക്കെ കേസെടുത്ത് വിജയിച്ച ഒരു അഭിഭാഷകൻ കൂടിയാണ് അഡ്വക്കേറ്റ് VK അഹമ്മദ് സാഹിബ്. മീഡിയ ന്യൂസ് തിരൂർ.